ഇനി നമുക്ക് എപ്പോഴാണ് ഈ എമൗണ്ട് കൂടുതലായിട്ട് വരുന്നത്? നമുക്കൊരു സേവിങ്സ് അക്കൗണ്ടേ ഉള്ളൂ, അതിനകത്താണ് നമ്മുടെ ജി പേയും ഫോൺ പേയിലും കണക്ട് ചെയ്തിരിക്കുന്നത്. കച്ചവട സംബന്ധമായിട്ട് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരാം. രണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പണമിടപാട്, അത്യാവശ്യം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാത്ത ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പൈസക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടയക്കും, അതേ പൈസ തിരിച്ചിങ്ങോട്ട് വരും, ചിലപ്പോൾ രണ്ടാമതായിരിക്കും റിപ്പീറ്റേഷൻ വരും. മൂന്നാമത്, ചിലപ്പോൾ നമ്മളെ കുടുംബക്കാരോ മറ്റുള്ള ആൾക്കാരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവരുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നടത്താൻ ചിലപ്പോൾ നിങ്ങൾ ത്രൂ ആയിരിക്കും പണം അയക്കുന്നുണ്ടാവും, അങ്ങനെ പൈസ വരാം. ഇത് മൂന്ന്. ഇതിന് പുറമെ നമ്മൾ ചിലപ്പം ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, സേവിങ്സ് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് ക്യാഷ് ഇടും. അപ്പോൾ അവിടെ ഇൻകം ടാക്സിൽ വരാവുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ബാങ്കുകാർ ഇൻകം ടാക്സിന് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബാങ്കുകാരുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ പറയുന്നത് വേണ്ട, അത് ബാങ്കുകാരായി. ഒരു വർഷം എത്ര? 10 ലക്ഷം രൂപയിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് 10, 15, 20 ലക്ഷമൊക്കെ നമ്മൾ അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇൻകം ടാക്സിന് 1-2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന വർഷം ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ചിലപ്പം എന്ത് വരാം, ചോദ്യം വരാം. ഇൻകം ടാക്സുകാർ നോട്ടീസ് അയക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുള്ളൂ, നോട്ടീസ് അയക്കുള്ളൂ. വെറുതെ വഴിയെ പോകുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, നോട്ടീസ് അയക്കില്ല. പിന്നെ ചെറുകിട കാര്യങ്ങൾ, ചെറുകിട കച്ചവടക്കാരെയൊന്നും അവരെന്ത് ചെയ്യില്ല, അധികം ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നൊന്നും കണ്ടുവരാറില്ല. എക്സെപ്ഷണൽ കേസ് ഉണ്ടാവും, എന്നാലും നോർമൽ കേസിൽ സാധാരണ ഒരു ചെറുകിട കച്ചവടക്കാരൻ അങ്ങനെ അവരെന്ത് ചെയ്യാറില്ല, ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. ഇതൊരു കാര്യം. ഇനി GSTക്കാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,